കോഴിക്കോട് മുതലക്കുളത്ത് ചായക്കടയിൽ തീപിടുത്തം. അപകടം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് എന്നാണ് സൂചന. ഒരാൾക്ക് പരിക്കേറ്റു. നയൻതാര ചേർന്നു. നയൻതാര, ഇത് എപ്പോഴാണ് അപകടം ഉണ്ടായത്? പരിക്കേറ്റ ആളിന്റെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട്? മോത്തി, ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള മുതലക്കുളത്തെ ചായക്കടയിൽ ആണ് തീപിടുത്തമുണ്ടായത്. ഇവിടെ ഉണ്ടായിരുന്ന സിലിണ്ടർ പൊട്ടിത്തെറിച്ച്, അതായത് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീ ആളി പടരുകയായിരുന്നു. ഈ സമയത്ത് 2 പേരായിരുന്നു ഈ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ഒരാൾ തീ പടർന്നതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരാൾക്ക് തീ പടർന്നതിനെ തുടർന്ന് അകത്തു നിന്നും പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് ഈ സമയത്ത് ഇവിടെ നിരവധി പേര്, അതായത് ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ നിരവധി തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇത് രാവിലെ ഒരു 6:25-20 ഉള്ളിൽ ഒരു ഷോപ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റിൽ ഉള്ളിവട ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ച് അതിലൊരുത്തം പുറത്തേക്കും ചാടി, ഒരുത്തം ഉള്ളിലുണ്ടായിരുന്നു. ഓൻ കിടക്കണ വേസ്റ്റ് ഇടുന്ന ബക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഓൻ ഒന്നായിട്ട് പൊള്ളി പണിയാക്കി. ആള് നമ്മൾ പൊന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൻ അനക്കും കാര്യമൊന്നുമില്ല. കോളേജിലേക്ക് കൊണ്ടുവന്ന് അറിഞ്ഞപ്പോൾ കേട്ട് മിംസിലുള്ളതെന്നുണ്ട്, അത്ര അറിയും. ബാക്കി അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. ഇതപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ഭാഗമാണിത്. ഈ കണ്ണൊക്കെ കണ്ടില്ല. അതിനിപ്പം കൊണ്ട് കാണിക്കും. നമ്മളിവിടെ എന്താ വെച്ചാൽ ഏത് കാലത്ത് എന്തുണ്ടെങ്കിലും നമ്മൾ മുന്നിട്ട് ഇറങ്ങും. പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് പണിയെടുത്ത് കൊണ്ടിരിക്കുക. 500 മീറ്റർ അപ്പുറത്താണ് ശബ്ദം കേട്ട് നമ്മൾ ഓടിയെത്തുമ്പോൾ ഉള്ളിലാകെ കത്തുകയാണ്. ഗ്യാസ് സിലിണ്ടർ കൊണ്ട് പോകുന്നത്. ഇയാളെ കൊണ്ടുപോയി നേരെ മെഡിക്കലിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. കിട്ടിയിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഒരു കേബിളിൻ്റെ കടയാണ്. ആ കടയ്ക്ക് തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ടൗണും മുഴുവൻ കത്തിപ്പോകും. അത്രയും വലിയ കടയാണിത്. പിന്നെ ഗ്യാസിന്റെ പവർ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഇലക്ട്രിസിറ്റിന്റെ ഗ്ലാസ്സൊക്കെ ആ സിലിണ്ടർ നമുക്ക് കിട്ടിയിട്ടുമില്ല. ബാക്കി എല്ലാ സിലിണ്ടറും നമ്മളെടുത്ത് പുറത്തേക്ക് വെച്ചു. 2 ഷോപ്പ് ഒക്കെ എടുത്ത് വെച്ചു. തൊട്ടടുത്തൊരു ചായക്കടയാണ് ഇത്. രാവിലെ ഉള്ളിവട തുടങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് സംഭവിച്ചത്. ഒരാളെന്നില്ല വളരെ ഗുരുതരമായിട്ടാണ് നിൽക്കുന്നത്. മറ്റാൾ പുലർച്ചെ 6:00 കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. മോത്തി, ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ചുമട്ടു തൊഴിലാളികൾ, അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ, നിരവധി തൊഴിലാളികൾ സമയത്തുണ്ടായിരുന്നു. ഇവർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ആ സമയത്ത് മീൻചന്തയിൽ നിന്നും അതുപോലെ തന്നെ ബീച്ചിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി. അവരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് കാര്യം എത്രയും പെട്ടെന്ന് അങ്ങനെ തീ അണയ്ക്കാനും നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞു. ഒരാൾക്കാണ് പരിക്കേറ്റത്. അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാവുകയുള്ളൂ. ശരി നയൻതാര.